ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ അവറുകൾ നമ്മോടുകൂടെ ഉണ്ട്. ഹോളി സ്പിരിറ്റ് റിവൈവൽ ബാംഗ്ലൂർ ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച ദൈവപരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് 2024 ഏപ്രിൽ മാസത്തിൽ ബാംഗ്ലൂരിൽ പൊട്ടിപ്പുറപ്പെട്ടു. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച അഭിഷക്തൻ പാസ്റ്റർ അനീഷ് മനോ സ്റ്റീഫൻ അവറുകൾ വീണ്ടും ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു, ഉണർവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശുശ്രൂഷയുടെ ആരംഭ സമയം ആന്ധ്രാപ്രദേശിൽ പോയി ഒരു അന്ധയായ സ്ത്രീയുടെ കണ്ണ് തുറന്നു. ആ ഗ്രാമത്തിലൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തികളിലാണ് പാസ്റ്ററുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതിനു മുന്നമേ തന്നെ, വിവാഹത്തിന് മുന്നമേ ശുശ്രൂഷിച്ച സന്ദർഭത്തിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ സൗഖ്യം. അങ്ങനെ ആ ഉണർവിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആരംഭനാളുകൾ അത് കൂടുതൽ വിശദീകരിക്കുന്നത് നല്ലതായിരിക്കും. അന്നത്തെ ഉണർവിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്നാനങ്ങളായിരുന്നു. ഒരു മീറ്റിങ്ങിൽ പോയി നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ കുറേ പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതായിരുന്നു നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ സംതൃപ്തി. ഇന്നും എനിക്ക് ആ ഹാപ്പിനെസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഓർക്കുന്നു, അന്നത്തെ ഒരു സീസണിൽ എവിടെയൊക്കെ പോയി ഇങ്ങനത്തെ മീറ്റിങ്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, കുറേ പേര് രക്ഷിക്കപ്പെടും. അവരെ സ്നാനപ്പെടുത്തുന്ന ഒരു മിനിസ്ട്രിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. അതേസമയത്ത് തന്നെ ബാംഗ്ലൂരിൽ ഒരു ചെറിയ കൂട്ടായ്മ, മലയാളം കൂട്ടായ്മ ഡിസംബർ 2009 ആരംഭിക്കുന്നു. അത് ശുശ്രൂഷിക്കുന്നു. ഡിസംബർ 2009 ആ മലയാളം ശുശ്രൂഷകൾ ഒരു ചേർച്ച് ബാംഗ്ലൂരിൽ ആരംഭിക്കുമ്പോൾ FGAG ചേർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ്സോടുകൂടെയാണ് തുടങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു ചർച്ച ആകുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ദേവസ്യ മുല്ലക്കർ സാറിന്റെ മീറ്റിങ്ങിൻ്റെ അകത്ത് കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു. അവരെ സ്നാനപ്പെടുത്താൻ സാറിന് നിൽക്കാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ആളുകളെ 2009 സ്നാനപ്പെടുത്തി. ഡിസംബർ മാസത്തിൽ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരെ ഏത് കൂട്ടായ്മയിൽ എങ്ങനെ അവരെ ടേക്ക് കെയർ ചെയ്യും, അവർക്ക് വേണ്ടിയിട്ടൊരു ഫെലോഷിപ്പ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചില്ല ഞാൻ FGAGയിൽ നിന്നും മാറുമെന്നോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമെന്നൊന്നും ആ പ്രോസസ്സിൻ്റെ അകത്ത് എൻ്റെ ചിന്തയില്ലായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയോ പദ്ധതിയോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർവീസ്, ഈ കൂട്ടായ്മ 11 ആരംഭിക്കുന്നു. ഞാൻ രാവിലെ FGAG ചർച്ചിൽ പോയി കീബോർഡും വായിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ കൂട്ടായ്മ നടത്തുന്നത്. ഇവിടെ ഒരു കാര്യം പരാമർശിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം ദൈവത്തിൻ്റെ ചില പദ്ധതികൾ ഇങ്ങനെ പടിപടിയായിട്ട് ഇതിൻ്റെ ഉപയോഗിക്കപ്പെടാൻ പോകുന്ന ഉപകരണങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയെടുക്കുകയാണ്. എന്നാൽ ഇന്ന് പല ചെറുപ്പക്കാരുമുണ്ട്, ഒരു ചർച്ചിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ അവർ പരിപാടി മനസ്സിനകത്ത് പദ്ധതിയൊക്കെ ഇങ്ങനെ ഒരുക്കിയെടുക്കുകയാണ്. എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ചർച്ച ഉണ്ടാക്കണം, ഒത്തെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു 4-5 പേരെ കൂടെ കൊണ്ടുപോകണം. അതൊരു മാനുഷികമാകുന്ന ഒരു കാണലായിട്ടുള്ള ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും മാനുഷികമായിട്ട് തുടങ്ങുന്നതല്ല അതിന്റെ പരിണത ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. എൻ്റെ അറിവിൽ ഈ കഴിഞ്ഞ 15 വർഷമായിട്ടും FGAGയിൽ നിന്നും ആരും ബാംഗ്ലൂർ ചർച്ചിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു വിശകലനം നടത്താം. ഇല്ല, ഇന്ദിരാനഗറിൽ നിന്ന് ഇത് വളരെ ദൂരെയാണെങ്കിലും വേണമെങ്കിൽ അന്ന് ചർച്ച ആരംഭിക്കുമ്പോൾ ഞങ്ങൾ കോർപ്പറേഷൻ സർക്കിളിലായിരുന്നു. അത് ഇന്ദിരാനഗറിൽ നിന്ന് പെട്ടെന്ന് വരാം. മലയാളം ചേർച്ചായിരുന്നു. ഞാനിത് പാസ്റ്ററോട് പറയുന്നുണ്ട്. ഡിസംബർ 2009 ക്രോസ് ഓവർ സർവീസ് FGAGയുടെ നടക്കുകയാണ് പാലസ് ഗ്രൗണ്ട്സിൽ. അന്ന് പാസ്റ്റർ വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും ഗ്രീഷ്മേഡ്, ആ ഫോട്ടോഗ്രാഫ് എൻ്റെ ഇപ്പോഴും ഉണ്ട്, എൻ്റെയും ഗ്രീഷ്മേഡും തലയിൽ കൈവച്ചിട്ട് എന്നോട് പാസ്റ്റർ പറയും, അനീഷ്, I heard about everything. Now it's time for you to go out and fulfill those promises. യാതൊരു ഇൻസെക്യൂരിറ്റിയും ഇല്ല. ഒരു ഇൻസെക്യൂരിറ്റി പാസ്റ്റർ പോൾ തങ്കയ്ക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല. ഞാൻ അതിൽ നിന്നാണ് പല കാര്യങ്ങളും കണ്ടുപഠിച്ച് ഇന്ന് നമ്മൾ ആ പുതിയ ചർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കും. പാസ്റ്റർ പോൾ തങ്കയുടെ ഒത്തിരി പാസ്റ്ററൽ ക്വാളിറ്റീസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ലൈഫിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫിലും
ഒരിക്കലും എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കാര്യത്തിൻ്റെ അകത്ത് എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഇല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പോകേണ്ടി വന്നാൽ, ചിലർ ജോലി കിട്ടി പോകാം, ചിലർ സ്വന്തം ശുശ്രൂഷ തുടങ്ങി പോകാം, ഗോഡ് ഓൾവേസ് ബ്രിങ്സ് എ പേഴ്സൺ ഹു ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ദ പ്രീവിയസ് പേഴ്സൺ. ഞാൻ FGT പോയതിനു ശേഷം നല്ല കീബോർഡിസ്റ്റ് വരുക. വാ, ഇതെല്ലാം പരിശുദ്ധാത്മാവിലെ പ്ലേസ് ചെയ്ത് ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലാക്കുന്നത്. പ്ലേസ് ചെയ്ത് അപ്പൊ ആ കൃത്യസമയത്ത് ദൈവത്തിന്റെ ആ കൈറോസ് ടൈമിൽ ആ തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുക്കുമ്പോൾ ഒരു അപ്പോസ്തോലന്റെ കരം വരുന്നു. ആ അപ്പോസ്തോലനാണ് നിയോഗിച്ചയക്കുന്നത്. അപ്പോസ്തോലൻ നിയോഗിച്ചയക്കുമ്പോൾ അപ്പോസ്തോലന്റെ പിന്നിൽ നിൽക്കുന്ന ചർച്ച് മുഴുവൻ നിയോഗിച്ചയക്കുക. അന്ത്യോക്യയിൽ നിന്ന് പൗലോസിനെയും ബർന്നബാസിനെയും നിയോഗിച്ചയച്ചതുപോലെ. എനിക്ക് യഥാർത്ഥത്തിൽ അത് ഭയങ്കര സങ്കടമായിരുന്നു. വലിയ പദവിയായിരുന്നു. ഒരു സൈഡിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ അതുപോലെ ഞാൻ വളർന്നു വന്ന എൻ്റെ ചർച്ചിൽ ഇനി എനിക്ക് പണ്ടത്തെ പോലെ ആക്റ്റീവ് ആകാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നത്തതിൽ കർത്താവ് ആ ചർച്ചിനെ വളർത്തുന്ന കണ്ടപ്പോൾ എനിക്കൊരു വലിയ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നെ കർത്താവ് പാസ്റ്റർ പോൾ തങ്കയെ ബ്ലെസ് ചെയ്ത് അയച്ചതാണ്. എനിക്കൊരു 1000 പേരുള്ള ചർച്ചെങ്കിലും ആക്കി എനിക്ക് എൻ്റെ പാസ്റ്ററിനെ വിളിച്ചുകൊണ്ട് വന്ന് ശുശ്രൂഷിപ്പിക്കണം. കഴിഞ്ഞ വർഷം അദ്ദേഹം അമേരിക്കയിൽ പോയപ്പോൾ എന്നെ ഒരു വീഡിയോ കോളിൽ വിളിച്ചു. അദ്ദേഹത്തിൻ്റെയും എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് പാസ്റ്റർ ജിമ്മിയുടെ മൊബൈലിൽ നിന്ന് വിളിച്ചു. എന്നോട് പറഞ്ഞു, ഐ എം ഹിയറിംഗ് ഗുഡ് റിപ്പോർട്ട്സ് അബൌട്ട് യുവർ ചർച്ച്, ബട്ട് യു ആർ നോട്ട് ഇൻവൈറ്റിംഗ് മീ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഐ ഹാവൻ ടച്ച്ഡ് 1000 people yet. The moment I touch 1000 members in my church, I will definitely call you for meeting. കാരണം ഞാൻ അന്ന് എടുത്തൊരു ഡിസിഷനാണ്, 1000 പേരുള്ള ചർച്ച് ആയിത്തീരും. അന്ന് എൻ്റെ പാസ്റ്ററിനെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും, പാസ്റ്റർ അന്ന് പ്രാർത്ഥിച്ച് ഇൻവെസ്റ്റ് ചെയ്തത്, എന്നെ പാസ്റ്റർ ആ വർക്ക്ഷോപ്പിൽ നിന്നും കണ്ടെടുത്തതിന് എല്ലാത്തിനും പാസ്റ്ററിനൊരു ഹാപ്പിനെസ്സും ജോയും നൽകുന്ന ഒരു ഫ്രൂട്ട് കാണിക്കുവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് എന്നോട് പറഞ്ഞു, നോ നോ നോ, ദാറ്റ് ഈസ് നോട്ട് ദ വേ യു ഷുഡ് ബി ഡൂയിങ് ഇറ്റ്. യു കോൾ മീ നൗ, I come and minister, then your church will become 1000. അത്ഭുതകരം. ആ ദേവദാസിന്റെ ഹാർട്ട് ഹൃദയം വളരെ ഓപ്പൺ. പാസ്റ്ററുടെ ശുശ്രൂഷയുടെയും പിന്നിൽ ആ ദേവദാസിന്റെ പിന്തുണയും ഇടപെടലും സ്വാധീനവും അത്ഭുതകരം. ഞാൻ ഒരിക്കൽ 2011 അദ്ദേഹത്തെ സിംഗപ്പൂരിൽ വെച്ച് കണ്ടു. പാസ്റ്റർ റോയ് ഹെൻറിയുടെ ചർച്ചിൽ ഞാൻ ആദ്യമായിട്ട് ശുശ്രൂഷിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ചൊരു കാഷ്വൽ മീറ്റിംഗ് ആയിരുന്നു. വിളിച്ചു പോയതല്ല, ഞാൻ അവിടെ US പോകുന്ന വഴിക്ക് ഒരു കാഷ്വൽ മീറ്റിംഗ് ആയിരുന്നു പാസ്റ്റർ റോയ് ഹെൻറിയുമായിട്ട് എനിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു വലിയ കോൺഫറൻസ് നടക്കുന്നുണ്ട്, പാസ്റ്റർ പോൾ തങ്കയുടെ. അപ്പോൾ ഞാൻ പകൽ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അങ്ങനെ പ്രസംഗിച്ചു വന്നപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ആ പ്രസംഗത്തിൽ പറഞ്ഞു, ലുക്ക് അറ്റ് ദിസ് യങ് മാൻ, I picked him up from a motor garage. Today he is a pastor and now he is traveling internationally speaking. അപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ നമ്മളെ കർത്താവിലേക്ക് നയിച്ചവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്ന ശുശ്രൂഷകളായിരിക്കണം. ഒരിക്കലും അവരെ ഭാരപ്പെടുത്തുന്നതും വേദനിക്കുന്നതും ഒരിക്കലും ആയുള്ള ശുശ്രൂഷകളാകരുതെന്നാണ് എൻ്റെ ഒരു അനുഭവം. പാസ്റ്റർ, അവരുടെ പാസ്റ്ററുടെ വെയിറ്റിംഗ്, കാത്തിരിപ്പ്, അതോടൊന്നിച്ച് തന്നെ പാസ്റ്ററായിട്ടൊന്നും ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവ് തന്നെ ആ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന് നമ്മളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു പാസ്റ്റർ ആവണമെന്ന് ആഗ്രഹിച്ചില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് ഉത്തരവാദിത്വം കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇതിന്റെ പാസ്റ്റർ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പാസ്റ്റർ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ഈ ഉത്തരവാദിത്വം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കാം അടുത്തൊരു ഉത്തരവാദിത്വത്തിലേക്ക്. കാരണം ഇവാഞ്ചലിസം എന്നൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, പരിശുദ്ധാത്മാവിന് ചിലപ്പോൾ നമ്മൾ ചില കാര്യത്തിൽ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടി വരും. നമ്മുടെ ഗിഫ്റ്റിങ്സിനേക്കാളോ നമ്മുടെ മിനിസ്ട്രി കാഴ്ചപ്പാടിനേക്കാളോ നമ്മളൊരു റെയ്നാഡ് ബോങ്കെ ആകുന്നതിനേക്കാളോ എല്ലാം അധികം ചിലപ്പോൾ ഒരു 100 ചെറുപ്പക്കാർക്ക് അപ്പനായിരിക്കാനായിരിക്കും. കാരണം പൗലോസിന്റെ ലൈഫ് നോക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും ഭയങ്കര വ്യത്യസ്തമായിട്ട്, ഒരു പക്ഷേ നമ്മളെങ്ങാനും പൗലോസിന്റെ കൂടെ ആ സമയത്ത് ജീവിച്ചിരുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് മലയാളിയായെന്ന് ഞാൻ പറഞ്ഞേനെ, പൗലോസിന്റെ ശുശ്രൂഷ പരാജയപ്പെട്ട ശുശ്രൂഷ. കാരണം വേണ്ടതുപോലെ എഫക്റ്റീവ് ആകാൻ പറ്റുന്നത് ഇപ്പോൾ ജയിലിലായി, ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. എത്രയോ വർഷം കൊണ്ട് ജയിലിൽ കിടക്കുക. കർത്താവിന്റെ ഫേവർ കൂടെ ഇല്ല. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരത്തില്ലായിരുന്നോ, പ്രയോജനപ്പെടുത്തത്തില്ലായിരുന്നോ, പത്രോസിന് പുറത്തു കൊണ്ടുവന്നില്ലേ എന്നുള്ള എല്ലാ ആർഗ്യുമെന്റ്സും നമ്മൾ പറഞ്ഞേനെ. പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ജയിലിൽ വെച്ച് എഴുതിയ തിരുവചനങ്ങളാണ് മുഴുവൻ ക്രിസ്ത്യൻ ഫെയ്ത്തിനെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതെ, താങ്ങി നിർത്തുന്ന
താങ്ങി നിർത്തി. ആ ലേഖനങ്ങളാണ് അത്ഭുതകരം. അപ്പോൾ പുറമേ കണ്ടാൽ അപ്പോൾ പൗലോസ് അതിന് വിധേയപ്പെട്ടു. പൗലോസിന് വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച്, വേണമെങ്കിൽ പുറത്തു വന്ന് പഴയതുപോലെ മെഗാ ക്രൂസൈഡ്സ് കൺവെൻഷൻ, എഫസോസ് പോലെ പല റിവൈവലുകളും ആകാമായിരുന്നു. ബട്ട് സോ സബ്മിസീവ് ടു ദ ഡിസയർ ആൻഡ് ദ വിൽ ആൻഡ് ദ പ്ലാൻ ആൻഡ് ദി എക്സിക്യൂഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ ലേഖനങ്ങൾ മുഖാന്തരം ഇന്ന് ലോകവ്യാപകമായി ക്രൂസൈഡുകൾ നടക്കുന്നു. എല്ലാ ദിവസവും മില്യൺസ് ഓഫ് ആളുകളെ സ്പർശിക്കുക അദ്ദേഹത്തിന്റെ ഒരൊറ്റ ലേഖനം. ആ ലേഖനം വായിച്ചാണ് പലരും റിവൈവൽ പ്രീച്ചേഴ്സ് ആയിട്ട് മാറിയത്. അത്ഭുതകരം. അങ്ങനെ ചർച്ചിന്റെ വളർച്ച ആരംഭിച്ചു, ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രി ആരംഭിച്ചു. 2011 ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പോകുന്നത്. അപ്പൊ പാസ്റ്ററിനോട് ചോദിച്ചു, അമേരിക്കയിലുള്ള ആഗ്രഹമുണ്ടോ? ഉണ്ട്. കാരണം എനിക്ക് 2011 വരെയും സാൻ ഫ്രാൻസിസ്കോ, 2008 എനിക്ക് വിസ അടിക്കുന്നത് വിസ അടിച്ചു. അമേരിക്കൻ വിസ അടിച്ചു. 10 years വിസ അടിച്ചു. എനിക്ക് ഒറാക്കിളിൽ നിന്ന് തന്നെ എനിക്ക് വിസിറ്റിംഗ് വിസ, നമ്മളെ അവിടെ വിസിറ്റിങ്ങിന് കൊണ്ടുപോയി. പിന്നെ അവിടെ നമ്മൾ ട്രാൻസ്ഫർ ആകുമ്പോഴാണ് നമുക്ക് അടുത്ത L1 വിസ ആയിരുന്നു എന്ന് എൻ്റെ ഓർമ്മ അന്ന് നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2011 മിഷൻസിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു മെയ് മാസം, ഭയങ്കര ചൂട്. ഞാൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടാ പോയത്. പാസ്റ്റർ രാജ് മോഹനാണ് എന്നെ ഡൽഹിയിൽ. അവിടുത്തെ ആ ശുശ്രൂഷ അനുഭവം, ഒരാഴ്ച ഞാൻ അദ്ദേഹത്തിനോട് നിന്നത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. ഇന്ത്യ എന്നൊരു സ്വപ്നം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ തിരിച്ചു വന്നു, ഗ്രീഷ്മയെടുത്ത് പറയുന്നു, എനിക്ക് അമേരിക്കയിൽ സെറ്റിൽ ആകാൻ താല്പര്യമില്ല. ഞാനത് തൊട്ടു മുന്നേ ഞാൻ അമേരിക്കയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. തൊട്ടു മുൻപ് അമേരിക്കയിൽ പോയിട്ട് ഞാൻ വന്നു. അമേരിക്കയിലെ സൗന്ദര്യം കണ്ടു, എല്ലാം കണ്ടു, ഫെസിലിറ്റീസ് കണ്ടു. തിരിച്ചു വന്നിട്ട് ഡൽഹിയിൽ പോയി ഡൽഹി കണ്ടു കഴിഞ്ഞപ്പോൾ അമേരിക്ക നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. ഹരിയാന കണ്ടപ്പോൾ ഹരിയാനയിലെ ഗ്രാമങ്ങൾ കണ്ടു. തുറന്ന ആകാശത്തിന്റെ കീഴിൽ കിടക്കുന്നു, ബാത്റൂം ഇല്ലാതെ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ വെസ്റ്റേൺ ക്ലോസറ്റ് ഉള്ള ഭവനത്തിൽ ഞാൻ ജനിച്ചു വളർന്നത്. അന്നത്തെ കാലത്ത് ഇന്ത്യൻ ക്ലോസറ്റ് ആയിരുന്നു കൂടുതൽ ഭവനത്തിൽ. എൻ്റെ ഭവനത്തിൽ വെസ്റ്റേൺ ക്ലോസറ്റ് ആയിരുന്നു. അങ്ങനെ പണമുള്ള ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഒരു ഓപ്പൺ ടോയ്ലറ്റിൽ പോകേണ്ട സിറ്റുവേഷൻ. പക്ഷെ അവിടുത്തെ ആ ഒന്നും തിരിയാത്ത ആളുകളെ യേശു സ്പർശിക്കുകയും സ്നേഹിക്കുകയും കണ്ടപ്പോൾ ഞാൻ തിരികെ ഗ്രീഷ്മയെടുത്ത് വന്നു. അതിന് മുന്നേ ഞാൻ ഗ്രീഷ്മയെടുത്ത് പറഞ്ഞിട്ട് പോയത് നമുക്ക് അമേരിക്ക പോകണം, സെറ്റിൽ ആകണം. ഈവൻ IT ഓഫീസ് പോലും പാസ്റ്റർ ബാംഗ്ലൂരിൽ അത്രയും സൗന്ദര്യമുള്ള ഒരു ഓഫീസില്ല. അമേരിക്കയിലുള്ള IT ഓഫീസ്, ഒറക്കിളുടെ ഓഫീസിന്റെ അത്ര സൗന്ദര്യം ബാംഗ്ലൂരിൽ ഒരൊറ്റ ഓഫീസിലില്ല. ഫെസിലിറ്റീസ് ഇല്ല. ഇത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന പട്ടണത്തിന് പോയി ഇതെല്ലാം കണ്ടിട്ട് വരികയാണ്. കൊതിയോടുകൂടെ പോകണമെന്നുള്ള തീരുമാനത്തിൽ വന്നിട്ട് ഹരിയാനയിലെ ആ ജനത്തെ കാണുകയും അവിടുത്തെ ഓപ്പൺ ടോയ്ലറ്റിൽ പോകുവാൻ തക്കവണ്ണമുള്ള നിലവാരത്തിലേക്ക് താണുപോവുകയും ചെയ്തിട്ടും അമേരിക്ക ഹൃദയത്തിൽ നിന്ന് പുറത്തുപോയി. അവിടെയാണത് പോകുന്നത്. സൂപ്പർ മിറക്കിൾ ആണല്ലോ പാസ്റ്റർ. വളരെ അങ്ങനൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇതേപോലെയുള്ളൊരു സാഹചര്യത്തിൽ പോകുന്നവർ പറയുന്നത്, എങ്ങനെങ്കിലും ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കുക, അമേരിക്കയിലോ UK എവിടെങ്കിലും ഞങ്ങളെ പറഞ്ഞു വിട്. പാസ്റ്റർക്ക് നേരെ തിരിച്ചാണ് കാര്യമുണ്ടായത്. ഒരു പക്ഷേ ഹോളി സ്പിരിറ്റ് റിവൈവലിന്റെ പിന്നിൽ പല ഘടകങ്ങൾ നമ്മുടെ എല്ലാ ദൈവദാസന്മാർക്കും ഉണ്ടായതിൽ ഒരു ഘടകം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും ദൈവം ഓണർ ചെയ്ത ദിവസമായിരുന്നു. ഇന്ത്യ ടു നേഷൻസ്. ഇന്നിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ അമേരിക്കയിൽ പോകുന്നുണ്ട്, അമേരിക്കയിൽ ശുശ്രൂഷിക്കുന്നുണ്ട്, അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടല്ല, ഇന്ത്യയിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യം ക്യാരി ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഇന്ത്യയിൽ നടക്കുന്ന റിവൈവലിന്റെ പ്രതിനിധിയായിട്ട് അമേരിക്കയിൽ പോകുന്നു, ലോകരാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ സ്പിരിച്വൽ ടെറിട്ടറിയുടെ ഉള്ളിലായിരിക്കും. ഒരു ഹരിയാന സംഭവത്തോടുകൂടെ ആ രാജ്യങ്ങളുടെ ടെറിട്ടറിയുടെ ഉള്ളിലേക്ക് പോകേണ്ട ആൾ ആ വ്യക്തിയുടെ സ്പിരിച്വൽ ടെറിട്ടറിക്കുള്ളിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ വന്നിരിക്കുക. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അതെല്ലാം ഇപ്പൊ നമ്മുടെ ടെറിട്ടറിക്കുള്ളിലാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഉണർവിന്റെ അകത്ത് ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അബുദാബിയിൽ നിന്ന് വന്നിരിക്കുന്ന കുടുംബം പോലെ അമേരിക്കയിൽ ഒരു പാസ്റ്റർ ബാംഗ്ലൂരിലുണ്ട്. ഈ ഉണർവിന്റെ അകത്ത് പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ എന്നാ ലാസ്റ്റ് ടൈം അങ്ങനെയൊക്കെ നമ്മൾ കേട്ടത്? അമേരിക്കയിലെ പാസ്റ്റേഴ്സ്, അമേരിക്കക്കാര് ഉണർവിന്റെ അകത്ത്
അല്ലെങ്കിൽ അങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ അകത്ത് വന്ന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒക്ടോബർ മാസത്തിൽ കാനഡയിൽ നിന്നും കനഡിയൻ പാസ്റ്റേഴ്സ് വരുന്നു. അത്ഭുതം. അപ്പോൾ ആ ഒരു തീരുമാനം പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഏപ്രിൽ മാസത്തിലാണ് ഞാൻ US പോയി തിരികെ വന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ഇപ്പൊ പാസ്റ്ററുടെ ഹരിയാന സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇസഹാക്കിനെ യാഗം കഴിക്കുന്നത് പോലുള്ള ഒരു സംഭവമാണ്. അതേപോലെയുള്ള ഒരു ചെറിയ സംഭവമാണ്, എന്നാലും ഒരു സാക്രിഫിഷ്യൽ മൂവ്മെന്റ് ആണ് ദൈവസന്നിധിയിൽ പിന്നെ തുടർന്നുള്ള ചലനങ്ങൾക്കും പുരോഗതികൾക്കും എല്ലാം ഉള്ള ഒരു പ്ലാറ്റ്ഫോമായി, ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത്. ചില കാര്യങ്ങൾ ചെറുത് വിട്ട് കളഞ്ഞാൽ ദൈവം പിന്നെ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ജോലി കൊണ്ടൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലവാരത്തിലേക്കായിരിക്കും കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഏപ്രിലിലാണ് ഞാൻ അമേരിക്കയിൽ പോകുന്നത്. അന്ന് ഗ്രീഷ്മ പ്രഗ്നൻ്റ് ആണ്. തിരികെ വന്ന് ഞാൻ പറഞ്ഞു നമുക്ക് പോകണം, അവിടെ പോയി സെറ്റിൽ ചെയ്യണം, അടുത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കണം. മെയ്യിലാണ് പാസ്റ്റർ രാജ്മോഹൻ എന്നെ നോർത്ത് ഇന്ത്യയെ കൊണ്ടുപോകുന്ന എൻ്റെ മനസ്സ് മാറുന്നു. ജൂണിൽ എൻ്റെ ആദ്യത്തെ മകൾ കാരിസ ജനിക്കുന്നു. കാരിസയുടെ ജനനം എൻ്റെ മിനിസ്ട്രിയിൽ ഒരു വലിയ ചേഞ്ചാണ്. കാരണം ഒരു മേധാവിത്വമുള്ള ഒരു പാസ്റ്റർ എന്ന നിലവാരത്തിൽ നിന്നും ഒരപ്പൻ്റെ ഹൃദയമുള്ള പാസ്റ്റർ ആകേണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻ്റെ ആദ്യത്തെ മകൾ ജനിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ ഡിസിപ്ലിൻഡ് പാസ്റ്റർ ആകണം എന്നായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ചട്ടങ്ങൾ കൊണ്ട് എൻ്റെ ദൈവം ഏൽപ്പിച്ചിരുന്ന ആളുകളെ മുൻപോട്ട് നയിക്കാൻ ശ്രമിച്ചു. ഞാൻ പരാജയപ്പെട്ട് നിൽക്കുകയാണ് അതിൻ്റെ അകത്ത്. അവിടെ നിന്നും എന്നെ ദൈവം ഏൽപ്പിക്കുന്ന ആത്മാക്കൾ ഒരു ഫാദർ ഹാർട്ട് എന്താന്നുള്ളത് പിടികിട്ടിയത് ഞാൻ അപ്പനായപ്പോഴാണ്. കാരിസയുടെ ജനനത്തിൽ അവളോടുള്ള സ്നേഹവും അവളെ കംഫർട്ടും അവളെ ടേക്ക് കെയർ ചെയ്യുന്ന ടൈമും അവളെ വളർത്തിയെടുത്തതും. ഒരുപക്ഷെ എൻ്റെ ഇളയ മക്കളോടൊപ്പം എനിക്ക് അത്രയും സമയം ചെലവാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ മൂത്ത മകളെ ഞാൻ അധികം ടേക്ക് കെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതാ ഒരു പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചർച്ചിൽ വരുന്ന ചിലപ്പോൾ 30 വയസ്സുള്ളവരെയും എനിക്ക് ഒരു വളരെ മോളെ പോലെയോ മോനെ പോലെ ഇവിടെ പലരും എന്നെ കെട്ടിപ്പിടിക്കുന്നു. പെൺകുട്ടികളും എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. ചിലരെനിക്ക് ഉമ്മ തരാറുണ്ട്. ഒരപ്പൻ ഉമ്മ വരുന്നത് പോലെ. അത് ആ ഹാർട്ട് ഡെവലപ്പ് ചെയ്യാൻ വൺ ഓഫ് ദ റീസൺ പരിശുദ്ധാത്മാവ് ആ ഉണർവ് ബാംഗ്ലൂർ ചർച്ചിൽ അയക്കാനുണ്ടായ ഒരു റീസണും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ആ ഫാദർ ഹാർട്ട് പരിശുദ്ധാത്മാവോട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കൊണ്ടായിരുന്നോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ദൈവം ചേർത്ത് പിടിച്ചത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയ ഞാൻ അപ്പനായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എല്ലാ ചെറുപ്പക്കാരോടും പറയും, പ്രത്യേകിച്ച് ശുശ്രൂഷ ജീവിതത്തിലുള്ളവർ വേഗം വിവാഹം കഴിക്കണം, വേഗം നിങ്ങളൊരു അപ്പനാകണം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇപ്പോൾ പാസ്റ്റർ ഫിന്നിയെ പോലെ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്യുമ്പോൾ പാസ്റ്റർ ഫിന്നിക്ക് റെബേക്കയോടും തബീത്തയോടുമുള്ള സമീപനം വളരെ വ്യത്യസ്തമാണ്. ദാറ്റ് ഈസ് ദ റിയൽ ഫാദർ ഹാർട്ട്. പ്രത്യേകിച്ച് തബീത്തയോട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വളരെ ഞങ്ങളെല്ലാവരേക്കാളും എല്ലാം അധികം സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്. സോ അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകണമെങ്കിൽ ഫിന്നിപ്പാസിനെ പിതാവാക്കിയാൽ മാത്രമേ കഴിയത്തുള്ളൂ. മക്കളിലൂടെയാണ് അത് സംഭവിക്കുന്നത്. വലിയൊരു ടേണിംഗ് പോയിന്റ്. യഥാർത്ഥത്തിൽ ചർച്ച് ഗ്രോത്ത് സംഭവിച്ച അതിന് ശേഷമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും അതിനനുസരിച്ച് ഞാൻ പറയും നീ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു, അത് കേട്ട് അവർ മുറിയും, പിന്നെ ചർച്ച വരത്തില്ല, അവൻ പിന്നെ കൊടുംപാപത്തില്ല. ഇന്നിപ്പോൾ ഒരു കുഴപ്പം ചെയ്തെല്ലാം അവർ റെസ്റ്റോർ ചെയ്യാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നൽകി ഞാനൊരു അപ്പനായപ്പോൾ. വാ, എല്ലാ ശുശ്രൂഷകന്മാരും കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഫാദർഹുഡ് എന്ന് പറയുന്നത് ഒരാളിൽ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാകുന്നു പാസ്റ്ററൽ മിനിസ്ട്രിയുടെ ആ യാഥാർത്ഥ്യം, അതിൻ്റെ ആ അന്തസത്ത വെളിപ്പെടുന്നു, അതിൻ്റെ ആ കോറായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുന്നു. അതുകൊണ്ട് ഒത്തിരി ആളുകളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. കാരണം അവർ ചെയ്ത പാപം കേട്ടാൽ എനിക്ക് തന്നെ തോന്നും, എൻ്റെ കർത്താവ് ക്ഷമിക്കും. അപ്പൊ കർത്താവ് എന്നോട് ചോദിക്കും, നിന്റെ മകളായിരുന്നെങ്കിൽ നീ ക്ഷമിച്ച് നീ അവളെ കൈക്കൊള്ളുമോ എന്ന് ചോദിക്കും. ഞാൻ പറയും, കർത്താവേ എൻ്റെ മകളാണെങ്കിൽ ഞാൻ കൈക്കൊള്ളും, ഞാൻ അവളെ കവർ ചെയ്യും, ഞാൻ അവളുടെ കൂടെ നിൽക്കും. അവൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ കൂടെ, എൻ്റെ മകൾ എനിക്ക് നഷ്ടപ്പെടാൻ ഒക്കത്തില്ല. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ദുഷ്ടന്മാരായ ഈ ലോകത്തിലെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ എൻ്റെ സ്വപുത്രന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഇവർക്ക് എത്രയധികം ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും. ഞാൻ എന്നും ഓർക്കുന്നു, എറണാകുളം ടൗൺ ഹാളിൽ വെച്ച് എൻ്റെ ശുശ്രൂഷയിൽ ഇമ്പാക്റ്റായ ഒരു പെൺകുട്ടിയുടെ ജീവിതം.
അവളെ ഒരു പുരുഷൻ ചതിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ടൗൺ ഹാളിൽ, അന്ന് 2011 ടൗൺ ഹാളിൽ പ്രസംഗിക്കുന്ന സമയം, ഞങ്ങളുടെ ഫ്ലക്സ് ബോർഡ് കണ്ട് മീറ്റിങ്ങിന് കയറി വന്നു. ഞാൻ ദൈവം സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുകയായിരുന്നു. അവൾ പുറകിലിരുന്ന് കരഞ്ഞു. ഈ മീറ്റിംഗ് കഴിഞ്ഞ് എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞ് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ പാപം ദൈവം ക്ഷമിക്കും? യഥാർത്ഥത്തിൽ ഞാൻ വളർന്നു വന്ന ന്യായപ്രമാണത്തിന്റെ സിസ്റ്റം അനുസരിച്ച് ഞാൻ സ്ട്രൈറ്റ് അവേ പറയണമായിരുന്നു, ഈശോ പാപം ക്ഷമിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവൾ അന്ന് ആത്മഹത്യ, കാരണം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വഴിക്ക് എങ്ങോട്ട് കയറിയത്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ അവളോട് പറ, ഞാൻ അവളുടെ പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു. അടുത്ത 6 മാസത്തിന്റെ അകത്ത് ആ കുഞ്ഞെന്നെ വിളിക്കുന്നു. അവളുടെ വിവാഹത്തിന് ഞാൻ പോയി പ്രസംഗിക്കുന്നു. വിവാഹത്തിന് ശേഷം ഞാൻ അവളുടെ വീട്ടിൽ 6 മാസം കഴിഞ്ഞ് പോകുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാം എൻ്റെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടു പോയി. കാരണം ഇത് എനിക്കറിയാം എന്നുള്ള കാര്യം എനിക്കറിയാം. ഭർത്താവ് എന്തു പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു. കാരണം എല്ലാ ഭർത്താക്കന്മാരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ഭർത്താവ് പറഞ്ഞു, കർത്താവ് ക്ഷമിച്ച പാപത്തെ ഞാൻ എന്തിനാ ക്ഷമിക്കാതിരിക്കുന്നത്? ഇന്ന് അവരൊരു മെഗാ ചർച്ചിന്റെ ലീഡേഴ്സ് ആ പാസ്റ്റർ. അപ്പോൾ അന്ന് കാരിസയുടെ അപ്പൻ എന്ന നിലയിൽ ആ ഹൃദയം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആ കുട്ടിയെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല, സ്വീകരിക്കാനൊക്കെ. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചിട്ട് ഇതൊന്നും അറിയാതെ നീ കാര്യങ്ങൾ ചെയ്ത് കർത്താവ് ക്ഷമിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് അവളെ റിജക്ട് ചെയ്തത്. അതോടുകൂടി അവൾ തകരുകയാണ്. അവൾ ഒരുപക്ഷെ ആത്മഹത്യയിൽ അവളുടെ ജീവിതം അവസാനിക്കും. എന്റെ ശുശ്രൂഷ കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തേ. ദൈവത്തിന് എന്തു വലിയ പദ്ധതികൾ ഇപ്പുറത്ത് കിടക്കുകയാണ്. ആ കുട്ടിയെ പണിതെടുത്തതിന് ശേഷം, വിവാഹിതയാക്കിയതിന് ശേഷം ചേർച്ചിന്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള, അവരിലൂടെ 100 കണക്കിന് ആളുകളെ വിടുവിക്കുക എന്നതൊക്കെ വലിയ പദ്ധതികളാണ്. ആ പദ്ധതികളെ മുഴുവൻ തകർത്ത് കളഞ്ഞു. അപ്പൊ കാരിസ ജനിച്ചത് എൻ്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അങ്ങനെ 2013 എത്തുന്നു. 2013 പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരണം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി ഭയങ്കരമായിട്ട് സ്പീഡപ്പ് ചെയ്തു. ട്രക്കായിട്ടില്ല. ഞാൻ യാത്ര ചെയ്യുകയാണ് ട്രെയിനിൽ. അന്ന് കൂടുതലും ട്രെയിനായിരുന്നു. അവിടെ ഇറങ്ങി അടുത്ത ബസ്സിൽ രാജ്മോഹൻ പാസ്റ്ററിന്റെ കൂടെ ഗ്രാമങ്ങളിൽ പോകുന്നു, UP പോകുന്നു, ഹരിയാനയിൽ പോകുന്നു, പഞ്ചാബിൽ പോകുന്നു, ശുശ്രൂഷിക്കുന്നു. 2013 കർത്താവ് പറയുന്നു, നീ ജോലി റിസൈൻ ചെയ്യണം, ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വരണം. അമേരിക്കയുടെ സ്വപ്നങ്ങൾ പോയെങ്കിലും ഫുൾ ടൈം മിനിസ്ട്രി എന്നൊരു കൺസെപ്റ്റ് എന്റെ മനസ്സിലേക്ക് വന്നില്ല. കാരണം സാലറി അത്ര വലിയ സാലറി 2, അതിലാണ് ചർച്ച ഓടിക്കൊണ്ടിരുന്നത്. ആ സാലറി വെച്ചാണ് ചർച്ച ഓടിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചിലെ ആളുകൾ സഹായിക്കുന്നു, ചർച്ചിന്റെ കാര്യങ്ങൾ ഓടുന്നു. 3, സാറ്റർഡേ സൺഡേ മാത്രമേ ബാംഗ്ലൂരിലെ ആളുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ ബാക്കി ദിവസം ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞ തീരുമാനവുമായിട്ട് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ സിംഗപ്പൂരിൽ പാസ്റ്റർ റോയ് ഹെൻറിയുടെ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വന്ന് പാസ്റ്ററുമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ ഇപ്പോൾ ഇന്റർവ്യൂ ചെയ്യുന്ന പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ അവർക്ക് ഫോണിൽ വിളിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ ഒരു പരിചയം. എനിക്ക് പാസ്റ്ററിനെ അറിയാമെന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട പാസ്റ്ററായ ശേഷം ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ബഥേൽ AG ചർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രേയേഴ്സ് എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. അതിൽ പാസ്റ്റേഴ്സിൻ്റെയൊക്കെ ശുശ്രൂഷകൾ കാണുന്നു. അങ്ങനെ ഇന്റർനെറ്റിൽ തപ്പിയപ്പോൾ എനിക്ക് പാസ്റ്ററിന്റെ ഇന്നർ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജസ് ആണ് എന്നെ 2009 ഇടയ്ക്കും 2013 നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം സൗഖ്യമാക്കിയത്. പാസ്റ്ററിന്റെ ഫയർ അനോയിന്റിങ് മിനിസ്ട്രിക്ക് എനിക്ക് ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അതെന്നെ എക്സൈറ്റ് ചെയ്തില്ലായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ ഞാനത് കണ്ട് വളർന്നത് കൊണ്ട് ഇറ്റ് വാസ് നോട്ട് സംതിങ് ന്യൂ വിച്ച് ഐ ബിലീവ്ഡ് ഇൻ ഇറ്റ്. ഇന്ന് ഞാനത് വിശ്വസിക്കുന്നു. പാസ്റ്റർ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് പാസ്റ്ററിന്റെ ഇന്നർ ഹീലിംഗ് മിനിസ്ട്രിയാ. ബിക്കോസ് കേരളത്തിൽ ആരും തന്നെ അങ്ങനെ ഒരു ശുശ്രൂഷ എൻ്റെ ഡാഡി ഉൾപ്പെടെ കേട്ടിട്ടുണ്ടോന്നോ ചെയ്തിട്ടുണ്ടോന്നോ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആന്തരിക സൗഖ്യം ദൈവദാസന്മാർക്ക് ഒത്തിരി വേണ്ട ഒരു കാര്യമാണ് ഇന്നർ ഹീലിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് പാസ്റ്ററിനെ അറിയാം, പക്ഷെ പാസ്റ്ററിനെ എന്നെ അറിയത്തില്ല. അങ്ങനെ ഞാൻ പാസ്റ്ററിനോട് ഫോണിൽ സംസാരിക്കുന്നു. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററിന്റെ ഇപ്പോഴത്തെ ശൈലി പോലെ തന്നെ അന്നും അന്യഭാഷ പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പാസ്റ്റർ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ജോലിയോടുകൂടുള്ള ബന്ധത്തിൽ ദൈവവേല ചെയ്യുന്നു, പക്ഷെ കർത്താവ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതനുസരിക്കണം. അതനുസരിക്കുമ്പോൾ ഇന്ത്യയുടെ റിവൈവലിന്, ഉണർവിന് വേണ്ടിയിട്ട് കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക. അങ്ങനെ പ്രവചിച്ച ദൈവദാസന്റെ കൂടെ നിൽക്കുവാൻ, നിൽക്കുവാൻ
ദൈവം 11 വർഷങ്ങൾക്ക് ശേഷം കൃപ നൽകി. ഇന്ന് അതൊക്കെ സംസാരിക്കുമ്പോൾ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതി വരിക. ജീവിതത്തിലെ ഓരോ ടേണിംഗ് പോയിന്റ്, ഭയങ്കര ടേണിംഗ്. പാസ്റ്റർ ഇന്നലെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻകൗണ്ടർ ആവശ്യമാണ്. എന്നാൽ അതേപോലെ തന്നെ മനുഷ്യരുമായിട്ട് ചില എൻകൗണ്ടറുകൾ നമുക്ക് ആവശ്യമാണ്. പോൾ തങ്കയ്യ പാസ്റ്ററുമായിട്ട് നടന്ന ഒരു എൻകൗണ്ടർ അല്ലേ ജീവിതത്തെ മുഴുവൻ വഴിതിരിച്ചു വിട്ടത്. അതെ, രാജ്മോഹനുമായിട്ട് നടന്ന നോർത്ത് ഇന്ത്യയിലേക്ക് എന്നെ വഴിതിരിച്ചത്. പാസ്റ്ററുമായിട്ട് നടന്നതാണ് എന്നെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ഞാൻ വന്നു. ആദ്യത്തെ വണ്ടി കഷ്ടപ്പെട്ട് വാങ്ങിക്കുന്നു, എന്റെ കാറ് വിൽക്കുന്നു, ഉള്ള പൈസ എല്ലാം എടുത്ത്. എനിക്ക് അപ്പോഴത്തേക്ക് ജോലിയില്ല, ഒരു ദരിദ്രനെ പോലെ ജോലി രാജിവെച്ചു. ജോലി രാജിവെക്കുന്നതോടുകൂടെ മന്ത്ലി കിട്ടുന്ന സാലറി അവസാനിച്ചു. എനിക്ക് 1.25 ലക്ഷം രൂപ അന്ന് കൈ കിട്ടുമായിരുന്നു. 1.25 ലക്ഷം രൂപ 2013 അല്ലേ? 1.25 ലക്ഷം രൂപ. കൂടെ ജോലി ചെയ്ത ആൾ ഇന്ന് മാനേജറാണ് അല്ലേ? അദ്ദേഹത്തിന് ഇന്ന് 7 ലക്ഷം രൂപ അല്ലേ ശമ്പളം? 7 ലക്ഷം രൂപ വളരെ കുറവാണ്. എന്റെ കൂടെ വർക്ക് ചെയ്ത പലർക്കും ഇന്ന് 30 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ശമ്പളം. അപ്പൊ ഇന്ന് ജോലി ചെയ്തിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15-20 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമായിരുന്നു. അമേരിക്കയിലെങ്ങാനും പോയിരുന്നെങ്കിൽ അതിൽ കൂടുതൽ ലഭിക്കും. ഒരു പക്ഷേ ഗൂഗിളിന്റെ ഒക്കെ തലപ്പത്ത് ഞങ്ങളൊക്കെ എത്തിയേനെ. ഇപ്പോൾ പല മലയാളികളും എത്തിയതുപോലെ. കാരണം അതിനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെ കയറി വന്നേനെ. ബൈ ഡിഫോൾട്ട് ചിലപ്പോൾ കയറി പോയേനെ. അങ്ങനെ കയറി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ക്രോർസിൽ കർത്താവ് ഒരിക്കലും അനുവദിക്കുകയില്ല സാലറി വായിക്കാൻ കാരണം ദൈവരാജ്യത്ത് വലിയ പരിപാടികൾ കർത്താവ് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഇന്നിപ്പോ ക്രോർസിനെക്കാൾ ഹെവി ആയിട്ടുള്ള സാലറി അല്ലേ? ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഇന്നിപ്പോൾ അപ്പൊ അതിന്റെ അർത്ഥം ഒരു മനുഷ്യന്റെ ആത്മാവിന് 1 കോടിയേക്കാളും മേലെയുണ്ട്. ഇന്നിപ്പോ എല്ലാ സൺഡേയും ബാംഗ്ലൂർ ചർച്ചിൽ കോടികളുള്ള ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ മാത്രമല്ല ലോകം മുഴുവൻ. മാധ്യമം വന്നതോടുകൂടെ ലോകം മുഴുവൻ അതെ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സന്ദർഭത്തില് ഈ കടകളിലൊക്കെ പൊതുസ്ഥലങ്ങളില് പാസ്റ്ററുടെ പ്രസംഗം ആളുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകളെ നേടുവാൻ കർത്താവ് ഉപയോഗിക്കുന്നു. അങ്ങനെ 2013 ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് വന്ന് ഞാൻ വണ്ടിയുമായിട്ട് ഡൽഹിക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് പാസ്റ്റർ ചാണ്ടി വർഗീസിനെ കാണുന്നത്. നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ ദൈവദാസന്മാരുമായിട്ടുള്ള എൻകൗണ്ടേഴ്സ്. അപ്പോൾ പാസ്റ്റർ ജോഷുവ സൽമാൻ പറയുന്ന പ്രസംഗത്തിന്റെ അത് അദ്ദേഹം യൂസ് ചെയ്യുന്ന വേർഡ് ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. ഇന്നൊരു പക്ഷേ നമ്മളെല്ലാവരും പല ചെറുപ്പക്കാരുടെയും ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. അവരെ ആ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുവരേണ്ട. ഒരു പക്ഷെ നമ്മൾ ആഷറിനെ ഫോർ എക്സാമ്പിൾ, പാസ്റ്റർ ഷാൻ മാത്യു, റേമ, ഈ ഉണർവിന്റെ അകത്ത് വന്ന പ്രയോജനപ്പെട്ട പലരെയും ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് കൃപ നൽകി. ഞങ്ങൾ ഡൽഹി പോകുന്നതിന്റെ തലേ ദിവസം ചാണ്ടി പാസ്റ്റർ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. രാജ്മോഹൻ പാസ്റ്റർ പറഞ്ഞ ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഈ മീറ്റിങ്ങിന്റെ അകത്ത് ഉള്ള കാര്യത്തെ കുറിച്ച് ചാണ്ടി പാസ്റ്റർ ദൈവ ശബ്ദം കേൾക്കുന്നു. നാളെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കാണുന്ന ആ ചെറുപ്പക്കാരനെ നിങ്ങൾ പോയി കാണണം. അപ്പൊ രാജ്മോഹൻ പാസ്റ്ററിനോട് രാവിലെ പറയുന്ന ഒരു മെഗാ ചർച്ചിന്റെ പാസ്റ്റർ ഈ മീറ്റിങ്ങിന് വരും. അപ്പൊ എന്റെ എക്സ്പെക്ടൻസി മെഗാ ചർച്ചിന്റെ പാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് ഒരു വലിയ കുറെ ആളുകളൊക്കെ ആയിട്ട് വരുമെന്നാണ്. ഞാൻ ആ മീറ്റിങ്ങിന് പ്രസംഗിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഫ്രണ്ടിരുന്നു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ ഒക്കെ പറയുന്നു. ബാക്കി എല്ലാവരും അതുപോലെ പ്രതികരിക്കുന്നില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ നോക്കി തന്നെ പ്രസംഗിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവ് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് റിസീവ് ചെയ്യുമ്പോൾ നമ്മള് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ അങ്ങനെ പറയുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ് രാജ്മോഹൻ പാസ്റ്റർ പറഞ്ഞു, ഇതാണ് പാസ്റ്റർ ചാണ്ടി വർഗീസ്. ഞാൻ എൻ്റെ ദൈവമേ, മെഗാ ചർച്ചിലെ പാസ്റ്ററിനെ നോക്കിയാണോ ഇത്രയും നേരം പ്രസംഗിച്ച്? അദ്ദേഹം എൻ്റെ കൈ വന്ന് പിടിച്ചിട്ട് നമുക്ക് ലഞ്ചിന് പോകാം. അങ്ങനെ എന്നെ ലഞ്ചിന് കൊണ്ടുപോയി ഇതുപോലൊരു ടേബിളിൽ ഇരുത്തി. ടീം അംഗങ്ങൾക്കും ലഞ്ച് കൊടുക്കും. 4 മണിക്കൂർ എന്നോട് സംസാരിച്ചു. ഒറ്റ വേർഡ് എന്നോട് പറഞ്ഞുള്ളൂ, ഇന്ത്യയിൽ ഉണർവ്, റിവൈവൽ ഇൻ ഇന്ത്യ. യഥാർത്ഥത്തിൽ ആ റിവൈവലിന്റെ ഒരു ഫുൾ കൺവിക്ഷൻ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വിടുവാൻ ഉപയോഗിച്ച ദൈവദാസൻ ഒരു സംശയമില്ലാതെ പാസ്റ്റർ ചാണ്ടി വർഗീസ് ആണ്. അപ്പോൾ പിന്നെയാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്. ദൈവം പറഞ്ഞിട്ടാ എന്നോട് ഈ വന്ന കാര്യങ്ങൾ പറഞ്ഞു. കാരണം അന്നൊരു പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ അദ്ദേഹത്തിനോട് പറഞ്ഞു കാണാൻ എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ മകനെ ഉണർവിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഹോളി സ്പിരിറ്റ് റിവൈവൽ പോലും പണ്ടേ ഉള്ള ദൈവത്തിന്റെ സിസ്റ്റം, പ്ലാനിങ്, പ്രവചനങ്ങൾ, പ്രിപ്പറേഷൻ, എക്സിക്യൂഷന്റെ ഒരു ഫോർട്ടേസ് ടൈപ്പ് നമ്മൾ കണ്ടു. അത്ഭുതകരം. എത്ര
നമ്മുടെ മനസ്സിൽ ഉള്ള നിർവചനങ്ങൾക്കപ്പുറമായിട്ടാണ് കർത്താവ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പണിതെടുത്ത് കൊണ്ടുവന്നിട്ടൊരു എക്സ്പ്ലോഷൻ, ഒരു പൊട്ടിത്തെറി. അത് ബാംഗ്ലൂരിൽ 2024 ഏപ്രിൽ മാസത്തിൽ സംഭവിച്ചു. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു എപ്പിസോഡൂടെ വേണ്ടി വരുന്നതായിട്ടുണ്ട്. തീർച്ചയായും, എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ഹോളി സ്പിരിറ്റ് റിവൈവൽ, ബാംഗ്ലൂർ ഹോളി സ്പിരിറ്റ് റിവൈവലിൽ എന്താണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമായി തീർന്നത്, ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. അതിനു മുന്നമേ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ്. കർത്താവെ, അവരുടെ മാരേജ് ലൈഫിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുമായിട്ടുണ്ടായ മിഷൻസിൻ്റെ അകത്ത് അപ്പോസ്റ്റോളിക് മിനിസ്ട്രി കോളിങ്ങിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ, ഡെസ്റ്റിനി എന്തെന്ന് അറിയാതിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് തന്നെ ദൂതന്മാരെ അങ്ങ് അയച്ച് ഉണർത്തി അനന്യാസിനെ പൗലോസിന് വേണ്ടി തയ്യാറാക്കിയതുപോലെ, അന്ത്രയോസിനെ പത്രോസിന് വേണ്ടി തയ്യാറാക്കിയതുപോലെ, ബർണബാസിനെ പൗലോസിന് വേണ്ടി തയ്യാറാക്കിയതുപോലെ, യെസ്, ആ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവം അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ലഭിക്കട്ടെ. യേശു കർത്താവ് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞു, he was more than a prophet എന്നതുപോലെ more than pastors. അപ്പന്റെ ഹൃദയമുള്ള പാസ്റ്റർമാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഷൻസ് നൽകട്ടെ, മിഷൻസ് ഉള്ള ചർച്ചസ് ആകട്ടെ, അപ്പോസ്റ്റോളിക് മിനിസ്ട്രി ഉള്ള ചർച്ചസ് ആകട്ടെ. കർത്താവെ, സ്പിരിച്വൽ മെന്റേഴ്സ് എന്റെ ജീവിതത്തിലേക്ക് പാസ്റ്റർ ഫിന്നി സ്റ്റീഫനെ, പാസ്റ്റർ ചാണ്ടി വർഗീസിനെ കഴിഞ്ഞ 11 വർഷങ്ങളായി സ്പിരിച്വൽ മെന്റേഴ്സ് ആയിട്ട് തന്നതുപോലെ, ലോങ് ടേം കൂടെ നിൽക്കുന്ന യോശുവയ്ക്ക് മോശ കൂടെ നിന്നതുപോലെ, എലീശയ്ക്ക് ഏലിയാവ് കൂടെ നിന്നതുപോലെ, അപ്പോസ്തലന്മാർക്ക് യേശു കൂടെ നിന്നതുപോലെ മെന്റേഴ്സിനെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം, ഉത്തരം നൽകിയത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ, 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 ആമേൻ. വീണ്ടും ഞങ്ങളോടുകൂടെ ആയിരുന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വിനയപരിശ്രമം ഓർപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റെയിൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.